അല്ല എടോ ഇപ്പൊ തന്നെ ലേറ്റ് ആയല്ലോ, ഞാനൊന്ന് റെഡി ആവട്ടെ. എന്റെ കണ്ണ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ, ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹം എനിക്ക് കിട്ടാനുള്ളത്? അച്ഛാ, ഇവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡിയാ. ഇനി അഗ്നി സമയം വന്നാൽ മാത്രം മതി. അല്ല, അവരെന്താ ഇത്ര വൈകുന്നെന്നാ മനസ്സിലാവാത്ത? മനസ്സിലാക്കാൻ എന്താ, ഇന്നും പച്ചക്കറി കട തുറന്നു കാണും. ഐശ്വര്യ, ഒരു നല്ല ദിവസമായിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കും. അവര് വരും, ഉറപ്പായും വരും. എനിക്ക് വിശ്വാസം. എന്നാലൊന്ന് വിളിച്ചു നോക്ക്, ഫോണല്ലേ കയ്യിലിരിക്കുന്നത്. ഒന്ന് വിളിച്ചു നോക്കി. കേട്ടാ, അതേട്ടാ, ഞങ്ങളിതേ ഇപ്പൊ പുറപ്പെടും. ഒന്ന് കുളിക്കേണ്ട താമസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? എടാ, ഞങ്ങളെല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വേഗം വാ. അതേട്ടാ സോറി, ഞാനൊന്ന് കുളിച്ചിറങ്ങട്ടെ, വേഗം എത്തിയേക്കാം. ഓക്കെ, വേഗം വാ. ഏട്ടാ, അവൻ എന്താ പറഞ്ഞേ? അവരിറങ്ങിയില്ലേ? രണ്ടാളും താമസിക്കാതെ ഇങ്ങെത്തും. അപ്പോ ഇന്ന് വസു അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കും. എന്നാൽ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് തരാൻ പോവാ. എന്താ അത്? നിങ്ങൾ കണ്ടോ, വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം അത്. എന്നാലും എന്താന്ന് പറയാലോ. അത് പറ്റില്ല. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് വസു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസും നടന്നിരിക്കും. മോളെ, മോളെ അഖിമോൻ എന്ത് ചെയ്യും? സാറ് മോനെ, രണ്ടാളും ഇത് മേടിക്കേ. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം. എന്താ അമ്മ ഇത്? രണ്ടാൾക്കുള്ള ഡ്രസ്സാ. എന്തിനാ ചെയ്തൊക്കെ? സാരമില്ല മോനെ, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. മോൻ മേടിച്ചു. വംശ, മോനെ ഇഷ്ടാവൂന്ന് അറിയത്തില്ല. അത്ര വില കൂടിയ ഡ്രസ്സൊന്നുമല്ല. എന്താ ഇഷ്ടാവാതെ? സമ്മാനത്തിന്റെ വിലയിലല്ലല്ലോ പ്രധാനം, അത് തരുന്നവരുടെ മനസ്സല്ലേ. ഇന്നത്തെ ഈ ഡ്രസ്സിനൊപ്പം നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ വില കൂടി ചേർത്ത ഇത് വില മതിക്കാനാവാത്ത ഗിഫ്റ്റാ. അച്ഛനും അമ്മയും തന്ന ഈ ഡ്രസ് ഇട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇന്നത്തെ ഫംഗ്ഷന് പോകുന്നത്. എന്നാ നിങ്ങൾ റെഡി ആയിക്കോ, പോകാൻ ഇനിയും വൈകണ്ട. ശരി മോനെ. ശരി എന്നാ. ശരി. ഇനി എന്റെ അഖിൽ സാറിന് എന്റെ വക ഒരു കുഞ്ഞു സമ്മാനം. സമ്മാനം?
വാച്ചോ? ഇഷ്ടായോ? നന്നായിട്ടുണ്ടോ? ഇഷ്ടായി? ഉം. ദേട്ടാ, ദേ അവരെത്തി. എന്തായാലും നിങ്ങൾ എത്തിയല്ലോ, സമാധാനമായി. എനിക്ക് പ്രതീക്ഷിക്കാതെ ഇത്തിരി തിരക്കായി പോയി, ആ. അതാ വൈകിയത്. അതെ, ഇനി ഇങ്ങനെ സംസാരിച്ചെന്നാ പറ്റില്ല. അവിടെ അമ്മ വെയിറ്റ് ചെയ്യാ. നമുക്ക് ആഘോഷം കൂടെ തുടങ്ങാം. വാ, രണ്ടാളും വാ. കയറി വാടാ. ആ മോള് നിൽക്കും, നിങ്ങൾ വെക്കോ. എനിക്ക് മോളോട് ഒരു കാര്യം പറയാം. കയറി വാടാ ഇങ്ങോട്ട്. ഐശ്വര്യം ചെന്നോളൂ. സാരില്ല, ശ്യാമേ ഞാനും ഒന്നിച്ചു പോവാന്ന് കരുതി. അത് വേണ്ട, ശ്യാമ വന്നോളൂ. ഐശ്വര്യ പൊയ്ക്കോ. രണ്ടാളും കൂടി എന്തോ ഗൂഢാലോചനയാ. അമ്മയും ഇപ്പൊ ഇവളോട് കുറച്ച് സോഫ്റ്റായ മട്ട. ഇവളെ വീണ്ടും ഇവിടെ കുടിയിരുത്തിയ അതെനിക്ക് പ്രശ്നം. ആ മോളെ, ഇവിടെ എല്ലാവരോടും ഞാനേ ഒരു വാക്ക് പറഞ്ഞിരിക്കുക. എന്താ അച്ഛാ അത്? വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. എന്ത് സർപ്രൈസ്? മോളുടെ പാട്ട്. അച്ഛാ അത് വേണം മോളെ, നീ പാടണം. ഇവിടെ എല്ലാവരും അത് കേൾക്കണം. നീ ആരാണെന്ന് എല്ലാവരും ശരിക്കും അറിയണം. അതെന്റെ ഒരു ആഗ്രഹം. എന്നാലും അച്ഛാ അത് ഇനിയൊന്നും പറയണ്ട. മോൾ ഇന്ന് ആഘോഷത്തിന് പാടുന്നു. വസുവിനിപ്പോ നല്ല മാറ്റമുണ്ട്. ഇനി മോളോട് എന്തെങ്കിലും ദേഷ്യം ബാക്കിയുണ്ടെങ്കിൽ ഈ പാട്ടോടുകൂടി അതും തീരും. എനിക്ക് നല്ല വിശ്വാസമാണ്. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയുടെ മനസ്സ് മാറുമെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? ആ അപ്പോ അഖിൽ സാറിന്റെ സങ്കടം തീരാൻ പോകുന്നേ. ഞാൻ പാടാച്ചാ. ശരി, എന്നാ മോള് വാ, നമുക്കെല്ലാവരും ഞെട്ടിക്കാം. വാ. Wish you a happy wedding anniversary. താങ്ക് യു. അച്ഛാ. ശ്യാമേ, ആ ആ. നല്ലതേ വരൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നും സന്തോഷമായിട്ടിരിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനിയും ഒരുപാട് വർഷം
രണ്ടാളും ഇതുപോലെ ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഏട്ടാ. ഇതാ. അല്ല വസു എവിടെ? അമ്മ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരിക്കുക. വിളിക്ക്, വരാൻ പറ. ഞാൻ പോയി വിളിച്ചിട്ട് വരാച്ചാ. ആ വേണ്ട, ഞാൻ പോയി അമ്മയെ കൂട്ടിയിട്ട് വരാം. ഉം. എന്നാ പിന്നെ വേഗം ചെല്ലേ. ആ ഞാൻ എന്താ എത്തി. വസു വരട്ടെ. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. ആ. അമ്മ ഇതുവരെ റെഡി ആയില്ലേ? ഈശ്വര, എന്താ ഇത്? ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്താ അനങ്ങാതെ നിൽക്കുന്നേ? അമ്മേ, അമ്മേ. അല്ലമ്മേ, അവിടെ പോകാം. എന്നാലും ഈ ഗിഫ്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അതിപ്പോ കാണാൻ പോവല്ലേ. അവള് ആ ശ്യാമ ഈ കുടുംബത്തോട് കാട്ടിയതൊക്കെ അമ്മ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തിന്? അവൾ അമ്മയോട് ചെയ്തതോ? അമ്മയെ കണ്ണീര് കുടിപ്പിച്ച് അവിടെ അഖിയെ കഷ്ടപ്പെടുത്തിയില്ലേ? എന്നാലും അതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുന്നേ? ഒന്നാലോചിച്ചേ. ഇപ്പൊ തന്നെ സമയം വൈകി. വാ പോവാം. ഈശ്വര, അമ്മ ശ്യാമയോട് ക്ഷമിച്ചോ? ഭഗവാനെ, അപ്പൊ എന്റെ സ്വപ്നങ്ങൾ? ആ കണ്ടില്ലേ കണ്ടില്ലേ, നിങ്ങളുടെ അമ്മയെ കണ്ടില്ലേ? ആ മനസ്സിൽ സ്നേഹത്തിന്റെ മഞ്ഞുരുങ്ങി തുടങ്ങി. ഈ ഫംഗ്ഷനോട് കൂടി എല്ലാം എല്ലാം ശുഭമായി തീരും. നോക്കിക്കോ. എന്നാ നമുക്ക് ആദ്യം കേക്ക് മുറിക്കാം. എടുത്തു കൊടുക്ക്. ശ്യാമേ, മുറിക്ക്. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ, കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ. അനുരാഗം തോന്നിപ്പോയ അവരുടെ ഭാഗം പോലെ അപരാധം എന്നും നേരില്ലല്ലോ. ഒരു ലക്ഷം കള്ളം കൊണ്ട് ഈ ലക്ഷ്യം നേടും നേരം അവൾ ലക്ഷ്മി ദേവിയായി വന്നിതാ. എല്ലാവർക്കും കൊടുക്കുക. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ അച്ഛാ, നിങ്ങൾ രണ്ടാൾക്കും വിവാഹ വാർഷിക മംഗളാശംസകൾ. താങ്ക് യു അച്ഛാ. ഏട്ടാ, കാടും വഴിയായി തീർന്നീ യാത്രയിൽ. ശ്യാമേ, ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു.
കേക്ക്. അപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇനി വസുവിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന സർപ്രൈസ്. എന്താ മോളെ? ശരി അച്ഛാ. ദാ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ്. തുറക്കടാ. പ്രിയപ്പെട്ട മകനും ഭാര്യയ്ക്ക് അമ്മ കൊടുക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ഞങ്ങളൊന്ന് കാണട്ടെ. തുറക്ക്. ഫോട്ടോയോ? അല്ല, ഇത് ആരുടെ ഫോട്ടോയാ? ആ, ചിലപ്പോൾ അകിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആയിരിക്കും. ആ, ഏതായാലും കാണാമല്ലോ. തറവാട്ടിൽ പിറന്ന റിച്ചായ നല്ല എഡ്യൂക്കേഷനുള്ള 3 പെൺകുട്ടികളുടെ ഫോട്ടോയായത്.